അമ്മേ, ഇവിടെ പലഹാരം വല്ലതും ഇരിപ്പുണ്ടമ്മേ? എനിക്ക് ലഡുവും ജിലേബിയും ചിപ്സും ഹൽവയും തിന്നാൻ വിശക്കുന്നു അമ്മേ. ഇപ്പോഴല്ലേ ദോശ കഴിച്ചത്, അപ്പോഴേക്കും വിശന്നോ? അതെനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ പലഹാരങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ എല്ലാം കൂടെ വാരി വലിച്ച് തിന്ന് തീർക്കണ്ട. വല്ലവരും വിരുന്ന് വന്നാ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാ. ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ കഴുത വന്നിരുന്നെങ്കിൽ കുറച്ച് പലഹാരം കഴിക്കാമായിരുന്നു. അമ്മേ, അമ്മേ, അമ്മേ! എന്താടാ കുരുത്തം കെട്ടവനെ? അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. അമ്മേ, നമ്മൾ അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് സാമൂഹിക ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ന് ചിന്നമ്മ ടീച്ചർ പറഞ്ഞത് നേരാണോ? പിന്നെ അല്ലാതെ, അയൽക്കാരുമായി നമ്മൾ എപ്പോഴും നല്ല ബന്ധം പുലർത്തണം. എങ്കിൽ ഞാനൊന്ന് ചിഞ്ചുവിന്റെ വീട് വരെ പോയി നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് വരട്ടെ. വേണ്ട, ഇപ്പൊ നീ അങ്ങോട്ട് പോവണ്ട. അതെന്താ അമ്മേ? അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത്? അത് ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ നീ അവിടേക്ക് ചെന്നാ ഉള്ള ബന്ധം കൂടി തകരും. അടങ്ങി ഇരുന്നോണോ ഇവിടെ? ഈ അമ്മമാർക്കൊന്നും സാമൂഹിക ബോധമില്ല. അമ്മേ, വേഗം ചായയും പലഹാരവും എടുത്തു വെക്ക്. അമ്മാവനും അമ്മായി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നിരിക്കുന്നു. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? വരൂ വരൂ, എത്ര നാളായി ഈ വഴിക്ക് വന്നിട്ട്? ഓരോ തിരക്കല്ലേ പെങ്ങളെ, ഇവിടെ അടുത്ത് വരെ വന്നതാ. അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. എന്തായാലും ചായയും പലഹാരവും കഴിച്ചു പോയാ മതി. അമ്മേ, പെട്ടെന്നാവട്ടെ, അമ്മാവന് തിരക്കുണ്ടാവും. അയ്യോ, ചായയും പലഹാരം ഒന്നും എടുക്കണ്ട, ഞങ്ങൾക്കുടനെ പോകണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഒരു വീട്ടിൽ വന്ന എന്തെങ്കിലും കഴിക്കാതെ പോകുന്നത് മര്യാദയാണോ? മിണ്ടാതിരിയ. ഇവനാളങ്ങ് ഉഷാറായി പോയല്ലോ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കട്ടെ. വെരി ഗുഡ്. വേണ്ട പെങ്ങളെ, പിന്നീടാവട്ടെ. ഇപ്പോ ഞങ്ങൾ ഇറങ്ങുക. എങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? അങ്ങനെ ആവട്ടെ. അമ്മേ, അത് മര്യാദയാണോ? അമ്മാവൻ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ? ചായം പലഹാരം എടുക്കമ്മേ. വേണ്ട മോനെ. അപ്പൊ പെങ്ങളെ, ഞങ്ങൾ ഇറങ്ങുകയാണേ. ഞാൻ സമ്മതിക്കില്ല, ഒന്നാലും സമ്മതിക്കില്ല. ചായ വേണമെങ്കിൽ കുടിക്കണ്ട, പലഹാരം കഴിച്ചിട്ട് പോയാ മതി. വിടുമോനെ. അയ്യേ, ഇവൻ എന്താ ഈ കാണിക്കുന്നത്? സ്നേഹം കൊണ്ടാ. വിടടാ ടിൻഡു, അവർക്ക് തിരക്കുള്ളത് കൊണ്ടല്ലേ. അമ്മാവ, ഞാൻ അവസാനായിട്ട് പറയാ, സ്നേഹത്തോടെ പറയാ, പലഹാരം കഴിച്ചിട്ട് പോയാ മതി. ഒരു വീട്ടിൽ വന്നാല് അതാണ് ഒരു മര്യാദ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പിന്നെ വന്ന് കഴിച്ചോളാം. പലഹാരം കഴിച്ചിട്ട് പോയാ മതിയടാ കഴുതകള. മര്യാദ വേണ്ടടാ അമ്മാവ, മര്യാദ. ഒരു വീട്ടിൽ കയറി വന്നാലേ മര്യാദയായിട്ട് പെരുമാറാൻ പഠിക്കും. ഇങ്ങോട്ട് വാ, പച്ച വെള്ളം തരില്ലേ ദ്രോഹികളെ. ഇവരൊക്കെ എന്നാണാവോ മര്യാദ പിടിക്കുന്നത്?